നമസ്കാരം. കൊട്ര വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ദാസ് കൊട്ര. കൊട്ര കോടാട്ട് പൊയ്കയിൽ പുത്തൻ വീട്ടിൽ ഷീമ സജീവും, പൂയപ്പള്ളി പാറവിള കൃപാഭവനിൽ ജോൺ പോളും പൂയപ്പള്ളി സെൻറ് തോമസ് മർത്തോമ ചർച്ചിൽ വെച്ച് വിവാഹിതരായി. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് കൊട്ര നടുക്കുന്നിൽ ജെയിംസിൻ്റെ ഭവനത്തിൽ ചേർന്ന കൊട്ര കോൺഗ്രസ് പ്രവർത്തകരുടെ കുടുംബസംഗമം. ഇവിടെ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ കൊടിക്കുന്നിൽ സുരേഷാണ്. ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസവും അദ്ദേഹത്തെ കുറിച്ച് പറയുവാനില്ല. ഞാനിപ്പോഴും ഓർക്കുന്നു, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അടൂർ പാർലമെന്റ് നിയോജക മണ്ഡലമാണ്. അന്ന് ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ ഒരു അംഗമാണ്. കരിങ്ങന്നൂർ രാമേന്ദ്രൻ നായർ എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠനായ. പിന്നെ ഒരു പ്രത്യേകതയുള്ളത്, ഞാൻ നിങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്റെ ഡിവിഷൻ തന്നെയാണ്. നമ്മളൊക്കെ നിങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണ്. ഇവിടെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് ജയിക്കുന്നതിന് വേണ്ടിയാണ്. എന്താണ് ഞാൻ നിങ്ങൾ പറയും, കൊടിക്കുന്നിൽ സുരേഷ് ജയിക്കുന്നത് എന്തിനാണ് നമുക്കറിയത്തില്ല. അല്ല, മണ്ഡലത്തിന്റെ വികസനം അല്ല പ്രശ്നം. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അരുൺകുമാറിൻ്റെ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് കൊട്ര തുതിയൂരിൽ നടത്തിയ പ്രത്യേക ഇലക്ഷൻ പ്രചരണ പരിപാടി ഒന്ന് കാണാം. അദ്ദേഹം പറയും, ഞാൻ ഈ കൂടുതൽ ട്രെയിനെ ഇപ്പൊ കൊട്ടാരക്കര കൊണ്ടുവന്ന ഇപ്പോ കൊണ്ടുവന്ന 6 ട്രെയിനുകളെ സംബന്ധിച്ച് പരിശോധിച്ചപ്പോഴല്ലേ മനസ്സിലാക്കുന്നത്, ഒന്ന് അപ്പുറത്ത് മത്സരിക്കുന്ന, അപ്പുറത്തെ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന NK പ്രേമേന്ദ്രൻ പറയുന്നു ഈ 6 ട്രെയിൻ താന്നിമുക്കിൽ നിന്നും അറക്കടവ് പാലത്തിലേക്ക് പോകുന്ന റോഡിൻ്റെ ടാറിങ്ങിൻ്റെ പണി പുനരാരംഭിച്ചു. നമസ്കാരം. നമ്മുടെ അറക്കടവ് താന്നിമുക്ക് റോഡിൻ്റെ ഈ ടാറിങ്ങിൻ്റെ ഭാഗമായിട്ട് അതിന് മുൻപേറായുള്ള എമർഷൻ അടിക്കുന്ന ജോലികൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചയിലേക്കാണ്. ഈ എമർഷൻ ആദ്യം നമ്മൾ ഇത് അടിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലേക്ക്. വെളിയം മുസ്ലിം ജമായത്ത് മദ്രസയിൽ നടന്ന പ്രവേശനോത്സവം ഒന്ന് കാണാം. ഈ ആഴ്ചയിലെ കൊട്ര വാർത്തകളുടെ പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം.